ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 2025 ലാസ്റ്റ് ഡേ ആണ് സംസാരിക്കുന്നത്, ഡിസംബർ 31. അപ്പോൾ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു സമയമാണ്. അങ്ങനെ 2025 നമ്മുടെ അടുത്തുനിന്ന് പോവുകയാണ്. അപ്പോൾ കുറേ ആളുകൾക്ക് 2025 എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു വർഷമായിരിക്കാം. ചിലപ്പോൾ അത്ര പോരാൻ തോന്നുന്ന ആൾക്കാരുണ്ടാവും. തീരെ പോരാ, മോശമായിരുന്നു എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. എന്തായാലും എന്തു തന്നെയാണെങ്കിലും അതൊക്കെ ഇവിടെ വെച്ച് നിർത്തിയിട്ട് നമുക്ക് പുതിയ വർഷം ഭയങ്കര ബെസ്റ്റായിട്ട് വരും എന്ന് തന്നെ വിചാരിക്കാം. ബെസ്റ്റായിരുന്ന ആൾക്കാർക്ക് അതിലും ബെസ്റ്റ് ആവട്ടെ, പോരാൻ തോന്നുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ലൊരു വർഷമാവട്ടെ, ഇനി മോശം തോന്നുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റായിരിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വിഷൻ ബോർഡിനെ പറ്റിയിട്ടാണ് കേട്ടോ. വിഷൻ ബോർഡിൽ നിന്ന് പലരും കേട്ടിട്ടുണ്ടാവും, ഒരുപാട് പേര് സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. പക്ഷേ ഞാൻ ഈ വർഷമാണ് കേട്ടോ വിഷൻ ബോർഡ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ വിഷൻ ബോർഡ് എന്നുള്ള വേർഡ് ഞാൻ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കാൻ പോയിട്ടില്ല. ആ ഒരു ഭാഗത്തേക്ക് എനിക്കെന്തോ അങ്ങനെ സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഈ വർഷം ഡിസംബർ ഒരു പകുതി കഴിഞ്ഞപ്പോൾ ഈ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞൊരു ഐഡിയ വീഡിയോസായിട്ടാണെങ്കിലും പല സ്ഥലത്തുനിന്നും എൻ്റെ കണ്ണിൻ്റെ മുമ്പിലേക്ക് അങ്ങനെ വരുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് അത് സ്ട്രൈക്കായി, അത് എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ പിന്നെ ഞാനത് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. അതിനെപ്പറ്റി ഞാനൊന്ന് കാര്യമായിട്ട് വീഡിയോസിലൂടെയും പോഡ്കാസ്റ്റിലൂടെയൊക്കെ ഞാനൊന്ന് സെർച്ച് ചെയ്ത് അത് ഒരു ഏകദേശം ഐഡിയ എനിക്ക് തന്നെ ഉണ്ടാക്കി. എന്നിട്ടാണ് ഞാനത് ക്രിയേറ്റ് ചെയ്യാൻ പോയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി സമയവും കൂടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് കുറേ ഗോൾസ് ഉണ്ടാവാം, ഡ്രീംസ് ഉണ്ടാവാം. അതെല്ലാം ഒരു ക്യാൻവാസിലേക്ക് ഒരു സർട്ടൻ പീരീഡിലേക്കുള്ളത് നമ്മൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് അത് ബേസ് ചെയ്തിട്ട് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലിയർ ഐഡിയ വേണം. കുറേ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. നമ്മളെല്ലാം മനുഷ്യരാണ്. നമ്മൾ പല കാര്യങ്ങളിൽ പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ പോകുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകും. അപ്പോൾ അങ്ങനെ വിട്ടുപോകാതെ നമുക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ടും നമ്മുടെ മനസ്സിൽ ഇന്നൊരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, സെറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെയാണ്, ബ്രെയിനിനെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെയാണ് ഈ വിഷൻ ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, നെക്സ്റ്റ് ഇയറിൽ എന്തൊക്കെ ഡ്രീംസാണ് നമുക്കുള്ളത്, എന്തൊക്കെ ഗോൾസാണുള്ളത് എന്നതിനെപ്പറ്റി ഒരു ക്ലിയർ ഐഡിയ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്ലാങ്ക് ആയിട്ടിരിക്കുന്ന ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ വീൽ ഓഫ് ലൈഫ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ഒരു വീല് കാണാം. അതിൽ കുറേ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ടാകും. ഇവിടെ എവിടെയൊക്കെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടും. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് എൻ്റെ ഗോൾസ്, എന്തൊക്കെയാണ് ഞാൻ അച്ചീവ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വർഷം പുതുതായിട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഞാൻ കൂടുതലും മെച്ചപ്പെടേണ്ടത് എന്നൊക്കെ വെച്ചിട്ട് നമ്മുടെ ഗോൾസും ഡ്രീംസും ഒക്കെ സെറ്റ് ചെയ്യാം. ഒരു ബുക്ക് എടുക്കുക, ഒരു പേന എടുക്കുക, എന്നിട്ട് 1, 2, 3 ഇട്ടിട്ട് ഓരോന്നായിട്ട് നമ്മൾ എഴുതാം എന്തൊക്കെയാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാനങ്ങനെ എഴുതിയപ്പോൾ എനിക്കൊരു 19 പോയിൻറ്റ്സ് കിട്ടിയായിരുന്നു. അപ്പോൾ ഈ 19 പോയിൻറ്റ്സും ഞാൻ എൻ്റെ വിഷൻ ബോർഡിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ എന്തൊക്കെ മേഖലയിലാണ് നമ്മൾ നോക്കുക എന്നുള്ളതെന്നാൽ നമ്മുടെ ഗോൾസ് ഉണ്ടാവുമല്ലോ, അത് ബേസ് ചെയ്യുന്നത് കരിയർ, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, പേഴ്സണൽ ഗ്രോത്ത്, ട്രാവൽ, അങ്ങനെ ഏതൊക്കെ മേഖലയിലാണ് നമുക്ക് ഗോൾസ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളൊരു ഐഡിയ ഉണ്ടാക്കാം. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇമേജസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ലൊരു വഴി പിൻട്രസ്റ്റ് എന്നുള്ളൊരു ആപ്പാണ് കേട്ടോ. പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ തന്നെ നമുക്ക് ആഡ് കൊളാജ് കൊടുത്തു കഴിഞ്ഞാൽ പിൻട്രസ്റ്റിൽ തന്നെ നമുക്ക് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ പിൻട്രസ്റ്റ് എന്നുള്ളൊരു ആപ്പിനെ പറ്റി അറിയാത്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റ് എന്നുള്ളൊരു ആപ്പുണ്ട്. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ ഒരുപാട് തരം പിക്ചേഴ്സ്, നമുക്ക് ഇമേജസ് കിട്ടും. ഈ ഇമേജസ് നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാണ് ഈ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. ഈ വിഷൻ ബോർഡിന് വേണ്ടി മാത്രമല്ല, എന്തിനെ പറ്റിയാണെങ്കിലും നമ്മൾ ഒരു ഇമേജായിട്ടും ഒരു കോഡ്സ് ആയിട്ടും ഒക്കെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയ ഒരു ആപ്പാണ്. അപ്പം അത് ഡൗൺലോഡ് ചെയ്ത് ഇതുപോലെ ഇമേജസ് കളക്ട് ചെയ്യാം.
എന്നിട്ട് ഇത് നല്ല ക്രിയേറ്റീവായിട്ട് അറേഞ്ച് ചെയ്യണം നമുക്ക്. അപ്പോൾ നമ്മുടെ കരിയർ ഗോൾസ് വെച്ചിട്ടുള്ള ഇമേജസ് നമ്മളോടും കൂടെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇമേജസ് വേണം നമ്മൾ കളക്ട് ചെയ്യാൻ. നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലുള്ള ഇമേജസ്, നമുക്ക് ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു ഇമേജസ് നമ്മൾ ഒരിക്കലും എടുക്കരുത്. കാരണം നമുക്ക് തന്നെ തോന്നണം അത് നമ്മളാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നമ്മളുടെ ഗോൾസ് തന്നെയാണ് എന്നുള്ളൊരു ഫീല് വരുന്ന ഇമേജസ് വേണം നമ്മൾ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇത് നല്ല ക്രിയേറ്റീവായിട്ടൊന്ന് അറേഞ്ച് ചെയ്യാം. ഒന്നില്ലെങ്കിൽ പിൻട്രസ്റ്റിൽ തന്നെ ആഡ് കൊളാജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഒരു കൊളാജ് ഉണ്ടാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ആപ്പ് വെച്ചിട്ട് നമുക്ക് ഇത് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കാം. ഞാൻ ക്യാൻവ വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഞാൻ ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഒരു ഷീറ്റിലേക്ക് വെച്ച് ഒരു ബോർഡായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടല്ല എൻ്റെ പ്ലാൻ. ഞാനിത് ഫോണിൽ വാൾപേപ്പറായിട്ടാണ് സെറ്റ് ചെയ്യണത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബെഡ്റൂമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബെഡ്റൂമിലിരിക്കുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ കാണുക. മിക്കവാറും നമ്മളുടെ കയ്യിൽ നമ്മുടെ ഫോൺ ഉണ്ടാവും. അപ്പോൾ ഫോൺ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇത് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. പിന്നെ കുറച്ചും കൂടെ ഈസിയുമാണ്. അപ്പോൾ ഞാനിത് വാൾപേപ്പറായിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാനാണെങ്കിൽ ക്യാൻവയിൽ ക്രിയേറ്റ് കൊടുത്തിട്ട് വാൾപേപ്പർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിലും കുറേ ടെംപ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലാതെയും നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനത് വാൾപേപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഈവനിങ്ങിലായിരിക്കും ഞാൻ എൻ്റെ ഫോണിലേക്കത് സെറ്റ് ചെയ്യാം കേട്ടോ. ശരിക്കും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എനിക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു 2 ദിവസം കുറച്ച് സമയം മാറ്റി വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. 2-3 ദിവസത്തിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്തു. എന്നാൽ 3 ദിവസം മൊത്തം ഇതിൻ്റെ പുറകെ ആയിരുന്നില്ല. ഒരു അരമണിക്കൂർ ഞാൻ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളൂ ഓരോ ദിവസവും. കാരണം നമ്മൾ ഫുള്ള് ഇതിൻ്റെ പുറകെ നോക്കുമ്പം നമ്മളെ ഫുള്ള് ഈ ഇമേജ് സെലക്ട് ചെയ്യാനും പിന്നെ ഈ പോയിൻറ്റ്സ് എഴുതാനും അങ്ങനെയൊക്കെയാണ് കുറച്ച് സമയം പോകുക. സെറ്റ് ചെയ്യാന്നുള്ളത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്യുക. നമ്മുടെ ലൈഫിലൊരു ഗോളും ഡ്രീമും ഒക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ നമ്മളെ വീട്ടമ്മമാരാണെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും ഡ്രീംസും ഗോൾസും ഒക്കെ വേണം. കഴിഞ്ഞ വർഷം ശരിക്കും എനിക്ക് ഒരു ഗോളോ ഡ്രീമോ ഒന്നുമില്ലാതെ വരുന്ന വഴിയേ പോകാം എന്നുള്ളൊരു ചിന്തയിൽ ജീവിച്ച ഒരാളാണ്. പക്ഷേ ഈ വർഷം എനിക്ക് അങ്ങനെയല്ല. ഞാൻ മനസ്സിൽ തന്നെ എനിക്ക് പല ഇതിലും നന്നായിട്ട് ഗ്രോത്ത് വേണം, അങ്ങനെയൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുള്ളൂ. ചുമ്മാ ഇരുന്നാൽ നമ്മളവിടെ ചുമ്മാ ഇരിക്കും എന്നുള്ളതാണ് എനിക്ക് കഴിഞ്ഞ വർഷം മനസ്സിലായത്. അപ്പോൾ എനിക്ക് ഈ ലാസ്റ്റ് ഇയറിൽ എന്ത് അച്ചീവ്മെൻറ്റ് ഉണ്ടായി എന്ന് ചോദിച്ചാൽ എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. അത് ഞാൻ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് എനിക്കങ്ങനെ ഒന്നും ഇല്ലാതെ പോയത് എന്നുള്ള ഒരു തിരിച്ചറിവ് തന്നെയാണ് എനിക്ക് ഈ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഇൻസ്പിറേഷൻ. അപ്പോൾ എന്നെപ്പോലെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊന്ന് ഒരു ഇൻസ്പയറിങ് ആവട്ടെ, ഒരു ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വിഷൻ ബോർഡിനെ പറ്റി സംസാരിച്ചത് കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി സമയം വൈകിട്ടില്ല കേട്ടോ. ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ട് തന്നെ ഒരു ഫീലാണ് അതെന്തായാലും ഉണ്ടാവുക. ഇനി വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ 2026 ഒരു ബെസ്റ്റ് ഇയർ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബൈ.